മനസ്സിലാകുന്നത് അത് പഠിക്കുമ്പോഴാണ്. 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഈശ്വരൻ്റെ കടാക്ഷം നമുക്ക് കിട്ടണം. ഈശ്വര കടാക്ഷം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. അപ്പോൾ ഒരു ഈശ്വര പ്രാർത്ഥന എഴുതിക്കോ. ഈശ്വര പ്രാർത്ഥന എഴുതുക, ഈശ്വര സങ്കല്പം എഴുതി. ഇനി ആ ഈശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള പ്രാർത്ഥന വേണം. പ്രാർത്ഥന എന്തിനുള്ളതാണെന്നറിയാമോ? പ്രാർത്ഥന കൂട്ടമായി ഉറക്കെ ചെല്ലാനുള്ളത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ്, കൂട്ടമായിട്ട് ഉറക്കെ ചെല്ലണം. എന്നാലാണ് അതിൻ്റെ ഗുണം വരിക. കൂടുതൽ പേര് ഒരുമിച്ച് ഉറക്കെ ചെല്ലിയാൽ കൂടുതൽ ഗുണം വരും. ഒരാളൊറ്റക്ക് ഇരുന്ന് ചെല്ലിയാലും ഗുണം കിട്ടും, അത് ഇച്ചിരി ആയിരിക്കും കിട്ടുക. കൂട്ടമായിട്ട് കൂടിയിരുന്ന് ഉറക്കെ ചെല്ലുന്ന അതാണ് പ്രാർത്ഥന. അപ്പം നമുക്ക് ആ പ്രാർത്ഥന വന്ന് എഴുതാം. എന്നിട്ട് അത് ഇതുപോലെ തന്നെ എടുക്കാം. കരുണാമയനാം സ്നേഹസ്വരൂപൻ. ഒരു വരി, ആദ്യത്തെ വരിയാണ്. കരുണാമയനാം സ്നേഹസ്വരൂപൻ. രണ്ടാമത്തെ വരി, ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. അതായത് പ്രാർത്ഥനയാണ്, എഴുതുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങളത് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു എന്നെല്ലുമ്പോൾ നമ്മുടെ ഈശ്വര സങ്കല്പമായിട്ട് നോക്കി. സ്നേഹവും കരുണയും അത് വിശ്വം മുഴുവൻ വിളങ്ങുന്ന ഒരു സാധനം. അതാണ് പ്രാർത്ഥന. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാലാമത്തെ വരി, കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. അപ്പം ഞാനത് ചൊല്ലാം. പാട്ടറിയാവുന്ന ആരുണ്ട്? സംഗീതം പഠിച്ച ആരെങ്കിലും ഉണ്ട് അതിനകത്ത്? അറിയില്ല, പഠിച്ചാണ്. അല്ല, രാഗം അറിയണം. ഹംസധ്വനിയാണത്. ഹംസധ്വനിയിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഹംസധ്വനി. അപ്പോൾ എൻ്റെ ഇത് 2 പേര്, എൻ്റെ 2 സ്റ്റുഡൻസ് ഇത് ചിട്ടപ്പെടുത്തി. അതിലൊരാളിൻ്റെത് ആർക്കും പാടാൻ പറ്റുകയില്ലാത്ത. അപ്പോൾ ഞാൻ അടുത്ത ആളിൻ്റെയൊക്കെ പറഞ്ഞു, നീ ഒന്ന് ചിട്ടപ്പെടുത്തുക, എല്ലാവർക്കും പാടാവുന്നത് വിധത്തിലാക്കി തരാമോ. അപ്പോൾ ഹംസധ്വനിയിലെ ഒരാൾ രാംദാസ് വാര്യരാണ് അത് ചിട്ടപ്പെടുത്തി അത് പാടിയത്. അതാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെല്ലാം. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. ഒന്നുകൂടി ചൊല്ലണം. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. അപ്പോൾ നമ്മൾ ഈശ്വരനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി നമുക്ക് പ്രാർത്ഥന തുടങ്ങുകയാണ്. നാദവും താളവും മേളവുമായെന്നെ. ഒരു വരി. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. നാദവും താളവും മേളവും എന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും
എന്നിലുണരുവാൻ, ജ്ഞാനവും ബോധവും എന്നിലുണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. അവിടെ നമ്മൾ റിക്വസ്റ്റ് വരും, ആനന്ദമൂർത്തി കനിയേണമേ. ജ്ഞാനവും ബോധവും എന്നിലുണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. എഴുതിയ അങ്ങ് ചൊല്ലാം. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. ആദ്യം വരുന്ന ചൊല്ലിക്ക്. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. ഇത് നമ്മുടെ ഉള്ളിൽ ജ്ഞാനവും ബോധവും ഉണർത്തിത്തരണം. നേരായ പാതയിൽ എന്നെ കൊണ്ടുപോയിക്കൊള്ളണം. ഞാൻ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളവനാണ്, മനുഷ്യനാണ്. എനിക്ക് വഴിതെറ്റിപ്പോകാം എപ്പോഴും. അപ്പോൾ എന്നെ വഴിതെറ്റിപ്പോകാതെ നേരായ പാതയിൽ കൊണ്ട് നടന്നു കൊള്ളണമെന്ന ഒരു റിക്വസ്റ്റ് നമ്മുടെ ഈശ്വരനോട് പറയുകയാണ്. അടുത്ത വരി. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുത്തേകണേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുത്തേകണേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുത്തേകണേ. അപ്പം അതൊന്ന് ചെല്ലാം. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക്
കരുത്തേകണേ. അടുത്ത വരി. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. എൻ കർമ്മമൊക്കെയും കർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ചൊല്ലാം. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ഇത് ഒരു സ്റ്റാൻസ കൂടി. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ. സ്ത്രീകളെങ്ങനെ എഴുതും? പൂജാതയായെന്നെ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായെന്നെ മാനിക്കണേ. ആഘോഷമാക്കുവാൻ പ്രതിനിധി ആയെന്നെ മാനിക്കണേ. എഴുതിയല്ലോ. ചെല്ലാം നമുക്ക്.
ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായെന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായെന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. ഇത്രയുള്ള നമ്മുടെ പ്രാർത്ഥന. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അതിൽ നമ്മുടെ അവസാനത്തെ റിക്വസ്റ്റ് എന്താണ്? ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മങ്ങൾ തീർക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പോകരുതെന്ന്. മനസ്സിലായില്ലേ? അതായത് ആയുസ് തരണേ എന്നുള്ളതാണ്. ആയുസ് നീട്ടി കിട്ടണേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. നമ്മൾ 4 മേഖലകളിലാണ് ഊന്നൽ കൊടുക്കുന്നത്. ആയുസ്, ആരോഗ്യം, ആനന്ദം, സൗന്ദര്യം. ഈ 4 മേഖല. ഈ 4 മേഖലയിൽ നമ്മൾ നിന്നാൽ ഒരിക്കലും ഒരു സാധനത്തിന് ഡിമാൻഡ് ഇല്ലാണ്ട് വരില്ല. ആയുസ് ഉണ്ടാക്കി കൊടുക്കണ വിദ്യ പഠിപ്പിച്ചാൽ ഡിമാൻഡ് ഉണ്ടാവില്ലേ? ആയുസ് കിട്ടിത്തരാനുള്ള വിദ്യയുണ്ട്, പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇല്ലേ ഇതിന്? ഒരിക്കലും ഇതിന് ഡിമാൻഡ് കുറയില്ല. ആരോഗ്യം ഡിമാൻഡുള്ളൊരു സാധനമാണ്. ആരോഗ്യം. ആനന്ദം, സൗന്ദര്യം, അതിന് ഭയങ്കര ഡിമാൻഡാണ്. ഭയങ്കര ഡിമാൻഡെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, ആയുസ് വേണോ? വേണം. എല്ലാവരും പറയണം ആയുസ് വേണോ? വേണം. ആരോഗ്യം വേണോ? വേണം. ആനന്ദം വേണോ? വേണം. സൗന്ദര്യം വേണോ എന്ന് ചോദിച്ചാൽ വേണം. അവിടെ 2 വേണം വരും. അപ്പം നമ്മൾ സൗന്ദര്യം കൂട്ടാൻ ഉതകുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റാക്കി മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ ഡിമാൻഡ് ഉണ്ടാകുമോ? ഇല്ലേ? ഡിമാൻഡ് ഉണ്ടാകും. എത്ര വേണേലും ഡിമാൻഡ് ഉണ്ടാകും. എത്ര കാശ് വേണേലും ആളുകൾ മേശപ്പുറത്ത് വയ്ക്കും. അപ്പോൾ അതാണ് നമ്മൾ 4 മേഖലകളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ ആരാകണം എന്നുള്ളതാണ്. പ്രതിനിധിയാകണം. ആരുടെ പ്രതിനിധി? ആരോടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്? ഈശ്വരനോട്. അപ്പോൾ ആരുടെ പ്രതിനിധി ആകണമെന്നാണ് നമ്മൾ പറഞ്ഞത്? ഈശ്വരൻ്റെ പ്രതിനിധി ആകണമെന്നാണ് ഈ പ്രാർത്ഥിക്കണേ. അതായത് നമ്മുടെ കർമ്മങ്ങളെല്ലാം പ്രതിനിധിയായി കർമ്മങ്ങൾ ചെയ്യണം. പ്രതിനിധിയായി കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് വേണ്ടി കർമ്മം ചെയ്യരുത്.
നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ആരുടെയോ ഈശ്വരൻ്റെ പ്രതിനിധിയായി റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അടിക്കടി ഉന്നമനേ വരുള്ളൂ. ഇതിന് കയറി പോവുള്ളൂ, അല്ല പോവില്ല. അതിനെതിരാണ് വരണമെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല. കാരണം പ്രപഞ്ചം ഒന്നടങ്കം അതിനെ എതിർക്കും. അതേസമയം അതിന് ഉതകുന്നതാണെങ്കിൽ അതിനെ അടിവെച്ച് ഉയർച്ചയേ വരുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യണം. ഈശ്വര വിശ്വാസമുള്ളവരുണ്ട്, നിരീശ്വര വിശ്വാസമുള്ളവരുണ്ട്. രണ്ടും വിശ്വാസമാണല്ലേ. ഈശ്വര വിശ്വാസമുണ്ട്, നിരീശ്വര വിശ്വാസമുണ്ട്. ഈശ്വര വിശ്വാസമുള്ളവരെന്താ ചെയ്യേണ്ടത്? അത് വിശ്വാസമാണ്. വിശ്വാസത്തിൽ മാത്രം നിൽക്കരുത്, അന്ധവിശ്വാസത്തിലേക്ക് പോകും. നിരീശ്വര വിശ്വാസത്തിൽ തന്നെ നിന്നാൽ എന്ത് ചെയ്യും? അന്ധവിശ്വാസത്തിലേക്ക് പോകും. ഈശ്വര വിശ്വാസമുള്ളവരെന്താ ചെയ്യേണ്ടത്? ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിക്കണം. നിരീശ്വര വിശ്വാസികൾ എന്ത് ചെയ്യണം? ഇല്ലേ എന്ന് അന്വേഷിക്കണം. രണ്ടുപേരും അന്വേഷണം വന്ന സംഗതി ശരിയാകും, ഒരിടത്തെത്തും, അപ്പോൾ ഒരിടത്ത് എത്തും. അപ്പം നമ്മൾ ഈശ്വരൻ്റെ പാതയിലാണ് എടുത്തിരിക്കുന്നത്. ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ പോണത്. ആ ഈശ്വരനെ നമ്മൾ സങ്കല്പിച്ചു, അതിനെ കൂടുതൽ ആയി നമ്മൾ പ്രതിനിധിയാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവസാനം നമുക്ക് നമ്മുടെ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പ്രതിനിധിയാകുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാകും. പ്രതിനിധിയായി കർമ്മം ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളുക. അതിനകത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. അതിനെയാണ് ഭാരതം നിഷ്കാമകർമ്മം എന്ന് പേരിട്ട് വിളിച്ചത്. നിഷ്കാമകർമ്മം. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അത് പ്രതിനിധിയായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാത്ത കർമ്മം ചെയ്താൽ വിവരം അറിയും. പ്രതിനിധിയായി കർമ്മം ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ്. ഇത് എല്ലാവരും ചെല്ലേണ്ടതാണ്. അതെന്താ? അത് ഒരു ഹോംവർക്കാണ്. ഈശ്വര വിശ്വാസം ചൊല്ലി പ്രാർത്ഥന ചൊല്ലേണ്ട. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് പ്രാർത്ഥനയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന എന്താണോ അത് ചൊല്ലിയിട്ട് ഇത് ചൊല്ലിയാലും മതി. അതല്ലെങ്കിൽ ഇത് ചൊല്ലിയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന എന്താണോ അത് മുഴുവൻ ചൊല്ലിക്കൊള്ളുക. ഈശ്വരനെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈശ്വര വിശ്വാസം നമുക്ക് വേണം. മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ജീവജാലങ്ങളും വാസസ്ഥലമൊരുക്കും. എല്ലാ പക്ഷികളും കൂടുകൾ കൂട്ടും. എന്നാൽ ദേവാലയം നിർമ്മിച്ച ഒരൊറ്റ ജീവിയേ ഉള്ളൂ. ആരാത്? അതാണ് മനുഷ്യൻ. അതാണ് വ്യത്യാസം, പ്രകടമായ വ്യത്യാസം. ജീവജാലങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. അതായത് അവർക്കാർക്കും ദേവാലയമൊന്നുമില്ല. അവർ വാസസ്ഥലം ഒരുക്കും, വീട് കൂട്ടും, എല്ലാവരും കൂട് കൂട്ടും, എലി മാളം ഉണ്ടാക്കും, പക്ഷികൾ കൂടും കൂട്ടും. എന്നാൽ ദേവാലയം സൃഷ്ടിച്ച ഒരൊറ്റ ജീവിയേ ഉള്ളൂ. എവിടെ മനുഷ്യ സമൂഹമുണ്ടോ അവർ താമസിക്കുന്നിടത്ത് ഒരു ദേവാലയം, എന്തെങ്കിലും ഒരു ദേവാലയം ഉണ്ടായിരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവർ ജീവിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ദേവാലയവും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദേവാലയം വേണം? ദേവാലയത്തിന് കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യമാണ്. ഇന്നത്തെ ദേവാലയങ്ങൾക്ക് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അത് വേറെ കാര്യമാണ്, തെറ്റിപ്പോയിട്ടാണ്. അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ഇന്ന് ദേവാലയങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കും. ഈ ദേവാലയം പണിത മനുഷ്യൻ എന്തുകൂടി പഠിച്ചു? ഈ ദേവാലയത്തിനോട് ചേർന്നിട്ട് അവൻ ഒരു ആലയം കൂടി ഉണ്ടാക്കി. അതെന്താണ്? വിദ്യാലയം പണിതു. മനസ്സിലായില്ലേ? ദേവാലയം പണിതവനാണ് വിദ്യാലയം പണിതത്. ദേവാലയം എന്ന് പറയുന്നത് ഈശ്വര അന്വേഷണ കേന്ദ്രങ്ങളാണ്. വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ കൂട്ടാനുള്ള ആലയമാണ്. ഇത് രണ്ടും ഗവേഷണ കേന്ദ്രങ്ങളാണ്. വിദ്യാലയം പണിതിട്ട് ആ വിദ്യാലയത്തിൻ്റെ ഒരു പേരിട്ടു. എന്താ വിദ്യാലയത്തിൻ്റെ പേരെന്താ? ഭാരതത്തിലെ വിദ്യാലയങ്ങളുടെ പേരെന്താ? ഗുരുകുല സമ്പ്രദായമാണ്. അതിനെ വിളിച്ചത് എന്താ? സരസ്വതി ക്ഷേത്രമെന്ന്. മനസ്സിലായി? ക്ഷേത്രം പണിതവൻ സരസ്വതി ക്ഷേത്രം കൂടി പണിതു. വിദ്യയ്ക്കൊരു ദേവതയെ കൊടുത്തു. വിദ്യയ്ക്ക് സരസ്വതി ദേവതയെ കൊടുത്തിട്ട് വിദ്യാലയം പണിതു. ദേവാലയത്തിൽ
ഈശ്വരൻ്റെ ഒരു സങ്കല്പം കൊടുത്തിട്ട് അത് അന്വേഷണം തുടങ്ങി. രണ്ടും അന്വേഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ദേവാലയമില്ലാത്ത വിദ്യാലയമില്ലാത്ത മനുഷ്യർ ആർക്ക് തുല്യമായിരിക്കും? ആർക്ക് തുല്യമായിരിക്കും? വ്യത്യാസം ഇതാണ്. മനുഷ്യർക്ക് ദേവാലയമുണ്ട്, വിദ്യാലയമുണ്ട്. ദേവാലയത്തിലും പോകണം, വിദ്യാലയത്തിലും പോകണം, രണ്ടിടത്തും പോകണം. ദേവാലയം വേണ്ട, വിദ്യാലയം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ സംഗതി കുഴപ്പമായിട്ട് വരും. അവർ താഴോട്ട് പോകും. എവല്യൂഷനിൽ താഴേക്കായിരിക്കും അവരുടെ ഗമനം. അതുകൊണ്ട് വിദ്യാലയം ദേവാലയം കൂടിയേ കഴിയൂ. എല്ലായിടത്തും പോയേ പറ്റൂ. ഇപ്പോൾ പറഞ്ഞു വരുന്നതാണ് വിദ്യാലയം വേണ്ട. എന്താ, വിദ്യാലയത്തിൽ പോയാൽ ഒന്നും കിട്ടണില്ല, അതെല്ലാം ഗൂഗിളിൽ കിട്ടും. ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതിയിൽ സ്കൂളിൽ പോയാൽ എന്തെല്ലാമാണോ പഠിപ്പിക്കുന്നത് അതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് വിദ്യാലയം എന്നാണ്? വിദ്യാലയം അനുകൂലമായ രീതിയിലുള്ള വിദ്യാലയം ഉണ്ടാക്കേണ്ട ജോലി ആരുള്ളതാണ്? നമ്മളുടെ ജോലിയാണ്. മനസ്സിലായില്ലേ? ഇന്ന് ദേവാലയത്തിൽ പോയിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിനെന്താ കാര്യം? ദേവാലയം പുതുക്കി പണിയേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. ഒരു ബ്രാഹ്മണ സ്ത്രീ അവരുടെ മരുമകളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. ബ്രാഹ്മണർ കുഞ്ഞിലേ മുതൽ ദേവാലയവും ഭജനയും പ്രാർത്ഥനയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൃത്യമായി ചെയ്തു വന്നതാണ്. പക്ഷേ MSc പാസ്സായി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ ഇനി ദേവാലയത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ എന്താ നിർബന്ധമാണ്? ദേവാലയത്തിൽ പോകില്ല എന്ന് നിർബന്ധം പിടിക്കുന്നു. ഇതെന്താ കാരണം? അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. കുഞ്ഞനാൾ മുതൽ ദേവാലയവും ഇതൊക്കെ ആയിട്ട് നടന്ന ആളാണ്. ഇപ്പോൾ പറയുകയാണ് ദേവാലയം വേണ്ട. അപ്പോൾ അവരുടെ ചോദ്യം ചോദിക്കണത് ഇതാണ്, എന്തിനാണ് ദേവാലയത്തിൽ പോയിട്ട്? എൻ്റെ അച്ഛനും അമ്മയും 45 വർഷമായിട്ട് ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നതല്ലേ, എന്നിട്ട് നിങ്ങളുടെ ഗതി ഞാൻ കാണുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് പോണേ എന്നുള്ളതാണ് അവർ ചോദിക്കുക. പിള്ളേർ ചോദിക്കും വേണ്ട രീതിയിൽ, ജീവിതത്തിന് ഗുണകരമല്ലാത്ത രീതിയിലാണ് ദേവാലയങ്ങൾ ഇനിയും പോകുന്നതെങ്കിൽ അടുത്ത തലമുറ സകല പള്ളികളും പൊളിച്ചു കളയും, സകല അമ്പലങ്ങളും പൊളിച്ചു കളയും, സകല മോസ്കുകളും അടുത്ത തലമുറ പൊളിച്ചു കളയും, ദൂരെ കളയും. എന്നാൽ അത് വേണ്ടെന്നല്ല, അത് ഗുണകരമാകുന്ന ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ദേവാലയത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് കളയാനുള്ളതല്ല. അതായത് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ദൈവീകത ഒന്നും കിട്ടുന്നില്ല എങ്കിലും അത് ഒരു കാലത്ത് കിട്ടിയിരുന്നു. ഒരു കാലത്ത് ദേവാലയങ്ങളിൽ നിന്നും ദൈവീകത കിട്ടിക്കൊണ്ടിരുന്നു, അനുഗ്രഹം കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയം പണിതത്. ഇപ്പോൾ നമ്മളൊരു വീടുണ്ട്, ആ വീടിന് എല്ലാ ദിവസവും വിസിറ്റേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാ ദിവസവും വീട്ടിലേക്ക് വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വീട്ടുകാരെന്തായിരിക്കും ചെയ്യുക? എല്ലാ ദിവസവും വീട്ടിലേക്ക് വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ എന്തായിരിക്കും ചെയ്യുക? അവരൊരു പ്രത്യേക കെട്ടിടം പണിയോ. ആ കെട്ടിടത്തിൻ്റെ പേരെന്താ? ഗസ്റ്റ് ഹൗസ് പണിയും. മനസ്സിലായില്ല? അവരൊരു ഗസ്റ്റ് ഹൗസ് പണിയും. അവിടെ ഉള്ളതാണ്. അതുപോലെ ഒരു ഗസ്റ്റ് ഹൗസ് പണിതാണ് ദേവാലയം. മനസ്സിലായില്ലേ? ദൈവികത നിരന്തരമായി ഇറങ്ങി വന്നിരുന്നു ഇവിടെ. അതിന് ഇരിക്കാനൊരിടം മാറ്റിവെച്ചിരുന്നു, വീട്ടിൽ നിന്നും മാറ്റി ഒരിടം വെച്ചിരുന്നു. പക്ഷേ ഇന്ന് ദൈവികത വരുന്നില്ല. കെട്ടിടങ്ങൾ അവിടെയുണ്ട്, ദൈവികത വരുന്നില്ല. ദൈവികത എങ്ങനെയാണ് വരേണ്ടെന്ന് നോക്കി അത് വേണ്ട രീതിയിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ആരുടെ ജോലിയാണ്? വാനപ്രസ്ഥീരുടെ ജോലി. മനസ്സിലായില്ലേ? വാനപ്രസ്ഥീരുടെ ജോലിയാണ് പ്രാർത്ഥന. ആയില്ലേ? പ്രാർത്ഥന കിട്ടിയല്ലോ. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു ഹോംവർക്ക്. ഏതൊക്കെയാണ്? ജ്യോതി ചൊല്ലൽ അല്ലേ? അതിൻ്റെ പ്രാർത്ഥനയുണ്ട്. പിന്നെ ഒരു ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരുണയുടെ കഥകൾ എഴുതൽ. അത് മറന്നു പോകരുതാരും. കരുണയുടെ കഥകൾ എഴുതിക്കൊണ്ട് അടുത്ത ആഴ്ച വരാവൂ. അതുകൊണ്ട് വരാതിരിക്കരുത്, എഴുതിയില്ലെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. അടുത്ത ഒരെണ്ണം, അതെന്നും ചെയ്യേണ്ടതാണ്. രാവിലെ നിസ്കരിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ എല്ലാ മനുഷ്യരും
ഭൂമിയിലുള്ള മനുഷ്യർ ചെയ്യേണ്ട സാധനം. നിസ്കാരം എന്ന് പറയുന്നത് ചെയ്തിരിക്കണം. ഇത് അതിൻ്റെ സയൻസ് ഞാൻ പിന്നീട് പഠിപ്പിക്കും, എന്താണ് സയൻസ് എന്നുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് സയൻസ് എൻ്റെ ഉണ്ട്, ലേറ്റസ്റ്റ് സയൻസ് ഉണ്ട്, എൻ്റെ പുസ്തകമുണ്ട്. ദി ബോഡി ഇലക്ട്രിക് എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ സംഗതി പിടികിട്ടും. ദി ബോഡി ഇലക്ട്രിക് എന്ന് യൂട്യൂബിലുണ്ട്. ബോഡി ഇലക്ട്രിക് കണ്ടുടനെ ഞാനത് വായിച്ചതാണ്. സാധനം എടുത്ത് വായിച്ചു. ബോഡി ഇലക്ട്രിക്, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലുണ്ട്. ഭൂമിക്ക് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ഈ ഭൂമിയുടെ ഇലക്ട്രിക്കൽ പവറും നമ്മുടെ ഇലക്ട്രിക്കൽ പവറും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന പ്രക്രിയയാണ് നിസ്കാരം. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് എല്ലാ ദിവസവും രാവിലെ, ഞാൻ ഇന്നും രാവിലെ ചെയ്തിട്ടാണ് പോകുന്നത്. എൻ്റെ അവിടുത്തെ സകല സ്റ്റുഡൻസും എല്ലാവരും നിസ്കരിക്കും, ആരും നിസ്കരിക്കാതിരിക്കില്ല. പക്ഷെ നിസ്കരിക്കേണ്ടത് മണ്ണിലാണെന്ന് മാത്രം. തിണ്ണയിൽ നിസ്കരിച്ചാൽ ഗുണം കിട്ടില്ല, നിസ്കരിക്കുന്നതിൻ്റെ ഗുണം കിട്ടില്ല. കാരണം രണ്ട് കറണ്ടുകൾ തമ്മിൽ യോജിക്കണമെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഇടയിലൊരു സാധനം വരരുത്, കണക്ഷൻ മുറിയരുത്. ലിങ്ക് ചെയ്യണം, ഭൂമിയുമായിട്ട് ലിങ്ക് ചെയ്യണം, ഭൂമണ്ഡലവുമായി നമ്മൾ ലിങ്ക് ചെയ്യുക ആദ്യത്തെ ജോലിയാണ്. പണ്ട് കാലത്ത് മിറ്റമടിക്കുന്ന ചൂലെടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്യുക? എല്ലാവർക്കും അറിയാം. മിറ്റമടിക്കുന്ന ചൂലെടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഭൂമി തൊട്ട് നെറുകെ വെക്കും. മനസ്സിലായില്ലേ? ഭൂമിയും തൊട്ട് നെറുകയിൽ വെച്ചു, മുറ്റമടിക്കുന്ന ചൂലെടുത്തു എന്നൊക്കെ പറഞ്ഞ് പാടി പഠിച്ചതായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. അതായത് ഭൂമിയുമായിട്ട് ഒരു ലിങ്കിങ് ആണ്. നമ്മൾ ആ കണക്ഷൻ ഉണ്ടാകുക. ഭൂമിയുമായിട്ട് ലിങ്ക് ചെയ്താൽ, ഭൂമണ്ഡലം, ഭൂമിയും ചന്ദ്രനും ചേർന്ന ഭൂമണ്ഡലമായിട്ട് ലിങ്ക് ചെയ്താൽ, കണക്ഷൻ നമുക്ക് കിട്ടിയാൽ ആരുമായിട്ട് ലിങ്ക് ചെയ്യും? അതാരുമായിട്ടാണ് ലിങ്ക് ചെയ്ത് കിടക്കണേ? സൗരയൂഥവുമായിട്ട് ലിങ്ക് ചെയ്യും. സൗരയൂഥവുമായിട്ട് ലിങ്ക് ചെയ്താൽ ആരുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്യുക? ഗാലക്സി ആയിട്ട് ലിങ്ക് ചെയ്യും. ഗാലക്സിയുമായിട്ട് ലിങ്ക് ചെയ്താൽ ആരുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്യുക? പ്രപഞ്ചം ഒന്നടങ്കം നമ്മൾ ലിങ്ക് ചെയ്യപ്പെടും, കണക്ഷൻ വരും, നമുക്ക് കണക്ഷൻ കിട്ടും. പ്രപഞ്ചം ഒന്നടങ്കമുള്ള ലിങ്ക് കിട്ടണം. ഇപ്പം നമ്മൾ ഈ ലിങ്കിങ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയാം? ഒരു മോട്ടർ മേടിച്ചാൽ, ഒരു പുതിയ ഇലക്ട്രിക് മോട്ടർ മേടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എർത്ത് ചെയ്യും. ഫ്രിഡ്ജ് മേടിച്ചാൽ എർത്ത് ചെയ്യും. നമ്മൾ എർത്ത് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളെ എർത്ത് ചെയ്യില്ല. അഥവാ മുറ്റത്തോട്ടിറങ്ങിയാൽ എന്തായാലും ഇറങ്ങുക, ചെരുപ്പ് ഇട്ടേണ്ടേ ഇറങ്ങുള്ളൂ. അപ്പോൾ പിന്നെ എർത്തിങ് എന്ന് പറയുന്ന സാധനം കിട്ടില്ല. എർത്ത് ചെയ്യണം, നിരന്തരമായി എർത്ത് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാവർക്കും വരുന്ന ഒരു രോഗമാണ് അൽഷമേഴ്സ്. അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക്കൽ ഫീൽഡുമായിട്ട് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലിങ്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അൽഷമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടും. എർത്തിങ് വേണം, മൊത്തത്തിലായിട്ടുള്ള എർത്തിങ്. അപ്പോൾ നിസ്കാരം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? കൈകൾ രണ്ടും കാലുകൾ രണ്ടും നെറ്റിയും ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പോയിൻറ്റ്സ് ഞാൻ കാണിച്ചത് എൻ്റെ പടവും തരും. നമ്മുടെ ശരീരത്തിൽ 4 നെഗറ്റീവ് പോയിൻറ്റ്സാണ്. കൈപ്പത്തികൾ 2 നെഗറ്റീവാണ്, കാൽപ്പത്തികൾ 2 നെഗറ്റീവാണ്. ഇതൊരു പോസിറ്റീവാണ്. അപ്പോൾ 3 പോസിറ്റീവ് പോയിൻറ്റ്സും 4 നെഗറ്റീവ് പോയിൻറ്റ്സുമാണ്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വളരെ ഇതായിട്ട് പ്രചാരത്തിലെത്തിയിട്ടില്ല എന്ന് മാത്രം. പുറത്തേക്ക് വന്നിട്ടില്ല, ആ സയൻസ് പുറത്തേക്ക് വന്നിട്ടില്ല. 1985 ഇറങ്ങിയ പുസ്തകമാണിത്. പക്ഷേ ആ സയൻസ് ഉപയോഗിച്ച് ഒരു വിരൽ മുറിഞ്ഞു പോയാൽ ആ വിരലിനെ വളർത്തിയെടുക്കാം. അവരത് ഗവേഷണം നടത്തിയത് പല്ലിയിലാണ്. പല്ലിയുടെ വാല് മുറിച്ച് കളയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്തു ചെയ്യും? ആ വാല് രണ്ടാമത് കിളിപ്പിക്കാൻ പല്ലിക്കറിയാം. അപ്പം നമുക്ക് ആനന്ദ നൃത്തത്തിലേക്ക് എത്തപ്പെടാനുള്ള പാരമ്പര്യ അറിവ് കൂടി എടുക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസും കൂടി എടുത്തിട്ടാണ് നമ്മൾ എക്സർസൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. യോഗയല്ലത്.
യോഗയല്ല. യോഗ മാസ്റ്ററുടെ യോഗ പഠിപ്പിക്കും. നമ്മൾ പഠിപ്പിക്കണത് എന്താ? നമ്മുടെ ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനും നമ്മുടെ ഉള്ളിലെ ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക്കൽ എനർജി കൂട്ടാനും ഉള്ള ഒരു എക്സർസൈസായിരിക്കും ഡെവലപ്പ് ചെയ്യുക. പ്രധാനമായിട്ടും മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന 4 വഴികളുണ്ട്. ഏതൊക്കെയാണ്? ശരീരത്തിനുള്ളിൽ മാലിന്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ രോഗമുള്ളൂ. അപ്പോൾ മാലിന്യങ്ങൾ പോകുന്ന 4 വഴികൾ നമ്മൾ കൃത്യമാക്കണം. ഉച്ഛ്വാസവായു മാലിന്യം വെളിക്കളയുന്ന ഒരു പദ്ധതിയാണ്. എത്ര സമയം അത് ചെയ്യും ഒരു ദിവസം? ഉച്ഛ്വാസവായു എന്ന് പറയുന്ന ഉച്ഛ്വാസവായുവിലൂടെ മാലിന്യങ്ങൾ വെളിക്കളയുന്നത് എത്ര നേരം നമ്മളൊരു ദിവസം ചെയ്യും? 24 മണിക്കൂറും ചെയ്യുന്ന ഞാനാണ്. അതായത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും പ്രമുഖമായത് ഉച്ഛ്വാസവായുവാണ്. ഉച്ഛ്വാസവായുവിലൂടെ മാലിന്യങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ വെളിക്കളയുന്നു, മലിനവായുവിനെ വെളിക്കളയുന്നു. അതിൽ വായു മാത്രമേ ഉള്ളൂ? വായു മാത്രമേ ഉള്ളൂ, ജലമില്ലേ? നിങ്ങൾ കണ്ണാടിയിൽ ഉച്ഛ്വാസവായു ഒന്ന് കൊള്ളിച്ച് വാട്ടർ വേപ്പർ അവിടെ കാണാം. ആ പോകുന്നത് ശുദ്ധജലമായിരിക്കുമോ? മലിനജലം ആയിരിക്കില്ലേ? മലിനജലവും മലിനവായുവും വെളിക്കളയുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസവായുവിലൂടെ നമ്മൾ 24 മണിക്കൂറും. അതിനെ കുറച്ചൊന്ന് പവർഫുള്ളാക്കാനുള്ള ഒരു എക്സസൈസാണ്. അതായത് മലിനവായു വെളിയിലേക്ക് ശരീരം കളയുന്നത് എങ്ങനെയാണ്? ലങ്സ് ചുരുങ്ങിയിട്ടാണ്. ലങ്സ് ചുരുങ്ങിയിട്ട് വായു വെളിയിലേക്ക് പോകും. ലങ്സ് വികസിക്കുമ്പോൾ വായു അകത്തേക്ക് കയറും. ഈ ചുരുങ്ങുക വികസിക്കുക, ഇതാണ് പ്രപഞ്ച ചലന നിയമം. പ്രപഞ്ചത്തിൻ്റെ ചലന നിയമം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഒന്നടങ്കം ചലിക്കുന്നത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തിട്ടാണ്. അല്ല, ചലിക്കാൻ പറ്റില്ല. ചലനങ്ങൾ മുഴുവൻ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു എക്സർസൈസാണ് ചെയ്യുക. ആ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മൾ ശരീരം ചൂടാകും, ശരീരത്തിന് ചൂട് വരും. ചൂട് വരുന്ന പ്രക്രിയയെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? തീ ഉണ്ടാക്കുന്ന പ്രക്രിയയെ എന്ത് പേരിട്ട് വിളിക്കാം? തീ ഉണ്ടാക്കണം. മനുഷ്യൻ ആദ്യം തീ കണ്ടുപിടിച്ചെങ്ങനെ? സ്റ്റോൺ ഉരച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എങ്ങനെ? കാട്ടുതീ ഉണ്ടായി. മനുഷ്യൻ തീ ഉണ്ടാക്കി വേണ്ട സമയത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? അതിൻ്റെ പേരാണ് അരണികടയൽ. അപ്പം ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അരണികടയലാണ്. അതല്ലേ അരണികടയൽ എന്ന് പറഞ്ഞ് പഠിച്ച് അടുത്ത സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഒരു സാധനം കൂടി പഠിക്കും. പാലാഴി മഥനം എന്ന് പറയുന്ന ഒരു എക്സസൈസിലേക്ക് കയറും. മനസ്സിലായില്ലേ? അതിൻ്റെ അടുത്ത സ്റ്റേജ് വരുമ്പോൾ അത് തിരുവിളയാടലായിരിക്കും. തിരുവിളയാടൽ എന്ന് പറഞ്ഞാൽ സ്വയം മറന്നാടുമ്പോൾ ആനന്ദം. മനസ്സിലായി? സ്വയം മറന്ന് നൃത്തം ചെയ്യും. അതാണ് എക്സർസൈസിൻ്റെ സ്റ്റെപ്പുകൾ. അതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു പാലാഴിയുണ്ട്. പാലിൻ്റെ നിറം എന്താ? വെളുപ്പ് നിറമാണ്. പാലിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ വെളുപ്പ് നിറമാണ്. അതിൻ്റെ കടൽ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. ഒരു പാലാഴി നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. എവിടെയായിരിക്കും അത്? വെളുത്ത നിറമുള്ള കടൽ എവിടെയായിരിക്കും ഉള്ളത്? നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ 70% വെള്ളമാണ്. 70% വെള്ളം. രക്തത്തിൽ 90% വെള്ളമാണ്. തലച്ചോറിൽ 95% വെള്ളമാണ്. തലച്ചോറിൻ്റെ നിറം എന്താണ്? വെള്ളയാണ്. അതിലേ അത് 95% വെള്ളമാണെങ്കിൽ പാലാഴി എവിടെ ഇരിക്കുക? നമ്മുടെ ഉള്ളിലെ പാലാഴി എന്ന് പറയുന്നത് തലച്ചോറാണ്. ആ പാലാഴി കടഞ്ഞ് അതിനകത്ത് നിന്ന് ആ മാലിന്യം മുഴുവൻ വെളിക്കളയണം. പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വെളി വന്നത് ഇതൊക്കെയാണ്. കാളകൂട വിഷമാണ് പുറത്ത് വന്നത്. കെട്ടിക്കിടന്ന കാളകൂട വിഷം
മുഴുവൻ പുറത്ത് കളഞ്ഞ് അവസാനം തന്നെ എന്താ അമൃത് വരും. അത്തരത്തിലുള്ള ഒരു എക്സർസൈസാണ്. ചെയ്ത് പഠിച്ചേ പറ്റൂ. ചെയ്ത് പഠിച്ചേ പറ്റൂ. മാലിന്യം വെളിയിൽ കളയാനുള്ളതാണ്. അത് ഉച്ഛ്വാസവായുവിലൂടെ മാലിന്യം വെളിയിൽ കളയുക. പിന്നെ മാലിന്യം വെളിയിൽ കളയേണ്ട വിയർപ്പിലൂടെ, മൂത്രത്തിലൂടെ, മലത്തിലൂടെ ഒക്കെ മാലിന്യം വെളിയിൽ കളഞ്ഞാൽ ശരീരം ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ രോഗമെന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ശരീരം ശുദ്ധമാക്കുക, ശരീരം ശുദ്ധമാക്കുക, മനസ്സ് ശുദ്ധമാക്കുക, ശരീരവും മനസ്സും ശുദ്ധമാക്കുക. പോഷണങ്ങൾ പോരായ്മയുണ്ടെങ്കിൽ കഴിക്കുക, പോഷണം എന്ന് കഴിക്കുക, പ്രതിരോധ ശക്തി കൂട്ടുക. ഇതാണ് നമ്മുടെ ചികിത്സ. വേറെ ചികിത്സയൊന്നുമില്ല. ഒരു രോഗത്തിന് ഇങ്ങനെ പേരിട്ട് ആ രോഗം എന്നെ ചിലർ വിളിച്ചിട്ട് പറയും, ചില ഇംഗ്ലീഷ് പേരാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കാത്ത ആൾക്കാരാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് പേര്. എത്ര കഷ്ടപ്പെട്ട ഡോക്ടർമാർ പറയണ ആ പേരൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയെന്നറിയാമോ, രോഗത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് രോഗം കേൾക്കണ്ട, പേര് കേൾക്കണ്ട, പേര് പറയേണ്ട, എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് എന്താ വിഷമമെന്ന് പറ. വിഷമമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. പേര് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ശരീരം ശുദ്ധമാക്കാനും അതിന് വേണ്ട പോഷണങ്ങൾ നൽകാനും ശരീരത്തിന് വേണ്ട പ്രതിരോധ ശക്തി കൂട്ടാനുമുള്ള നടപടികൾ നമ്മൾ എടുക്കണം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ശരീരം ഏത് രോഗവും മാറ്റും. ഏത് രോഗവും മാറ്റും. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും, ജലദോഷം എന്ന് പറഞ്ഞാലും ക്യാൻസർ എന്ന് പറഞ്ഞാലും ഒന്നും അവിടെ ബാധകമല്ല. ഏത് രോഗമാണെന്നുള്ളത് ബാധകമല്ല. ഏത് രോഗത്തെയും മാറ്റിയെടുക്കാനുള്ള വിദ്യ പഠിക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യണം, നിരന്തരമായി മുടങ്ങാതെ നമുക്ക് ചെയ്യണം. അതിൽ വിധിച്ച അന്നം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആരോഗ്യം, ആനന്ദം, സൗന്ദര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അന്നം വേണം. വിധിച്ച അന്നം വേണം. ഈ വിധിച്ച അന്നം കൊടുത്തുകൊണ്ട് ആയുസ്സൊന്നും കിട്ടില്ല. വിധിച്ച അന്നം, പ്രകൃതി വിധിച്ച അന്നങ്ങൾ 5ഉം കറക്റ്റായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും, ആനന്ദം കിട്ടും, സൗന്ദര്യം കിട്ടും. എന്നാൽ ആയുസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കിട്ടും. ആയുസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വിദ്യയും കൂടി പഠിക്കണം. അത് ശംഖുലിയാണ്. ശംഖുലി, ശബ്ദം, ശബ്ദം ശബ്ദം എന്നുള്ള ശംഖുലിയും കൂടി ഇന്ന് പഠിക്കും. ശംഖുലിയുടെ എല്ലാം സിമ്പിളാണ്, സാധനങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ശംഖുലി എന്ന് പറയുന്ന ഒരു ഒരു എക്സർസൈസാണ്. അത് യോഗാശാസ്ത്രം ഭ്രമരി എന്ന് പഠിപ്പിക്കുന്ന സാധനം തന്നെയാണ്. യോഗാശാസ്ത്രത്തിൽ ഭ്രമരി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ ഭ്രമരി യോഗാശാസ്ത്രജ്ഞന്മാർ ആരും തന്നെ കാര്യമായിട്ട് പരിഗണന കൊടുത്തിട്ടില്ല. എന്നാൽ ഏറ്റവും പരിഗണന കൊടുക്കേണ്ട ഒരു സാധനമായിരുന്നു ഭ്രമരി. ഭ്രമരിയെ ഒരു ചെറിയ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭ്രമരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നില്ല. ഭ്രമരിയെ നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കേണ്ടതുണ്ട്. ഭ്രമരി അതിന് നമ്മൾ ശംഖുലി എന്ന് പേരിട്ടിട്ട് അതിന് വേറൊരു സാധനം പഠിപ്പിക്കും. മറ്റൊന്ന്, അപ്പോൾ ഇതെല്ലാം എന്താണത്? ഇതെല്ലാം ഹോംവർക്കാണ്. ഹോംവർക്കാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ മെനക്കെട്ടോണം എല്ലാ ദിവസവും. പിന്നെ ഒന്നുള്ളത് 1.5 മണിക്കൂർ ഡെയിലി മെനക്കെട്ടു. ഇതെല്ലാം കേൾക്കുമ്പം വലിയ പ്രയാസമായിട്ട് തോന്നും, ചെയ്തു വരുമ്പോൾ ഒന്നുമില്ല. വളരെ സിമ്പിൾ സാധനമാണ്. മറ്റൊന്ന് സന്നിധാന ധ്യാനം എന്ന് പറഞ്ഞതാണ്. സന്നിധാന ധ്യാനം. നമ്മുടെ ശരീരത്തിൽ ഒരു സന്നിധാനമുണ്ട്. സന്നിധാനം എന്ന് പറഞ്ഞാൽ എന്താ? സന്നിധാനം, ഈശ്വരൻ ഇരിക്കുന്ന ഇടം, അതാണ് സന്നിധാനം. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരു സന്നിധാനമുണ്ട്. അതെവിടെയാ? അത് നേരത്തെ പറഞ്ഞു, ബ്രെയിൻ ഇരിക്കുന്ന സ്ഥലം. ബ്രെയിൻ ആരാണെന്ന് പറഞ്ഞു? പാലാഴിയാണ്. പാലാഴിയിലുണ്ട്. പാലാഴി ഉണ്ടെന്ന് മനസ്സിലായി. ഒരു സന്നിധാനമുണ്ട്. എവിടെയാണത്? പൊട്ടുകുത്തുന്ന സ്ഥലം. പൊട്ടുകുത്തുന്ന സ്ഥലം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങൾ എവിടെ ഇരിക്കുക? 2 കണ്ണുകളും കൂടി ചേരുന്ന ഒരിടം, 2 കാതുകളും കൂടി ചേരുന്ന ഒരിടം, 2 മൂക്കുകളും വന്ന് ചേരുന്ന ഒരിടം, ബ്രെയിനിൻ്റെ 2 ലോബ്സും വന്ന് ചേരുന്ന ഇടം. ഒരു സെൻറ്ററുണ്ട്. അതായത് ഒരു മാഗ്നറ്റിക് സെൻറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു കേന്ദ്രം, ഒരു മാഗ്നറ്റിക്കൽ സെൻറ്റർ, ഒരു ഗ്രാവിറ്റേഷണൽ സെൻറ്റർ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണം. നമ്മുടെ അവയവങ്ങളെ മുഴുവൻ ചെതറിപ്പോകാതെ, നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകാതെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് ഒരു ഗ്രാവിറ്റേഷണൽ സെൻറ്റർ വേണം. ആ സെൻറ്ററാണ്
ഇത്. സൗരയൂഥം ചിതറിപ്പോകാതെ ഗ്രഹങ്ങളെല്ലാം കൃത്യമായി പിടിച്ചു നിർത്തുന്ന സൗരയൂഥത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൻറ്റർ ആരാണ്? സൂര്യനല്ലേ? അതേമാതിരി നമ്മുടെ ഉള്ളിലൊരു സൂര്യനുണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ സെൻറ്ററുണ്ട്. അതാണ് സന്നിധാനം. ഇതിനെ ബുദ്ധികേന്ദ്രം, ആജ്ഞാകേന്ദ്രം എന്ന് വിളിക്കുന്നു. ആ ബുദ്ധികേന്ദ്രത്തിൽ കണ്ണടച്ചിരുന്ന് മനസ്സുകൊണ്ട് പോവുക. അപ്പോൾ ഞാൻ ഹിന്ദുക്കളാണ് വരണമെങ്കിൽ ഞാൻ പറയും, കണ്ണാടിയിൽ നോക്കി ഒരു പൊട്ട് തൊട്ടിട്ട് കണ്ണടച്ചിരുന്ന് പൊട്ടിനെ ശ്രദ്ധിക്കാൻ പറയും. അപ്പം മനസ്സിൻ്റെ ചിന്തകൾ മുഴുവൻ എങ്ങോട്ട് വരും? കേന്ദ്രത്തിലേക്ക് വരും. അത് ബുദ്ധികേന്ദ്രമാണ്. മനസ്സും ബുദ്ധിയും കൂടി ചേരും. മനസ്സും ബുദ്ധിയും കൂടി ഇരുന്ന ബുദ്ധിയിൽ എന്തുണ്ട്? എല്ലാ അറിവും ഇരിപ്പുണ്ട്. മനസ്സിലേക്ക് ബുദ്ധി വരും. മനസ്സിലേക്ക് ബുദ്ധിയിലിരിക്കുന്ന അറിവുകൾ പകർന്ന് കിട്ടും. അങ്ങോട്ട് ചെല്ലണം, ഇങ്ങോട്ട് വരില്ല. അത് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ എങ്ങനെ ചെല്ലണം? ആരാധനാഭാവത്തോടെ ചെല്ലണം. ആരാധനാഭാവത്തോടെ മനസ്സ് അവിടെ ചെല്ലുക. അത്രയും പഠിച്ചാൽ മതി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ പഠിക്കും. അപ്പോൾ ഇന്ന് മുതൽ കണ്ണടച്ചിരുന്ന് പൊട്ടുകുത്തുന്ന സ്ഥലം, ക്രിസ്ത്യാനികളാണെങ്കിൽ ഞാൻ പറയും ആ പൊട്ടുകുത്തുന്ന സ്ഥലത്ത് ഒരു കുരിശ് വരച്ചിട്ട് അതേ ശ്രദ്ധിച്ചോളാൻ പറയും. മുസ്ലിങ്ങളാണെങ്കിലോ നിസ്കരിക്കുന്ന തഴമ്പേ ശ്രദ്ധിച്ചോളാൻ പറയും. നിസ്കരിക്കുമ്പോൾ ഒരു തഴമ്പില്ലേ, അവിടെ ശ്രദ്ധിച്ചോളാൻ പറയും. അവിടെ കണ്ണടച്ചിരുന്ന് അവിടെ മാത്രം ശ്രദ്ധിക്കുക. ഒരു കാര്യം അറിഞ്ഞോളൂ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ നിസ്കരിക്കാനും ധ്യാനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് ഇതിട്ട് വെച്ചിരിക്കുകയാണ്, ടൈൽസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടി മാത്രം ആ ടൈൽസ് ഇളക്കി കളഞ്ഞ വീടുകളുണ്ട്. ഇളക്കി കളഞ്ഞു. പള്ളിയിൽ നിസ്കരിച്ചോ, വീട്ടിൽ നിസ്കരിച്ചോ, പക്ഷേ ഭൂമിയിൽ നിസ്കരിക്കാനുള്ള ഇത് സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. പലർ ചെയ്ത് കഴിഞ്ഞു. നിസ്കരിച്ചിട്ട് അതിൻ്റെ ഗുണം അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിസ്കാരം വേണം, സന്നിധാന ധ്യാനം വേണം, എക്സർസൈസ് വേണം. ഈ എക്സർസൈസ് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? വിധിച്ചതല്ലാത്ത അന്നം കഴിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യേണ്ട ആരും ചെയ്യേണ്ട ഒരു കാര്യമില്ല. മാലിന്യങ്ങൾ വെളിയിൽ കളയേണ്ട കാര്യമില്ല. പഞ്ചഭൂതങ്ങൾ 5ഉം വിധിച്ചതാണെങ്കിൽ അവിടെ മാലിന്യം എന്ന് പറയുന്ന സാധനം ഇല്ല. അതല്ലാത്തടത്തോളം കാലം നമ്മൾ എക്സർസൈസ് ചെയ്യണം. ഇത്രയും ഹോംവർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അകന്നിരുന്നിട്ട് എക്സർസൈസ് റെഡിയല്ലേ? ബൈ സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജ് മാത്രം ഇന്ന് കൊടുക്കുക. ഞങ്ങൾ തേക്കടിയിലിട്ടാണ് ഇത് മുഴുവൻ പഠിപ്പിച്ചത്. തേക്കടിയിലിട്ട് വന്ന 51 എണ്ണത്തിനെയും കൊണ്ട് ചെയ്യിച്ചു. പോണോ വേണ്ടത് ഇവരെല്ലാം കൂടി നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ തേക്കടി കൊണ്ടുപോയത്. എല്ലാത്തിനും കൂടി തേക്കടി കൊണ്ടുപോയി സുഖമായിട്ട് അവിടെ താമസിക്കാം. അവിടെ KTDCയുടെ പെരിയാർ ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. അതിൻ്റെ മുറ്റത്ത് പുൽത്തകടിയിലിരുന്ന് എക്സർസൈസ് പൂർണ്ണമായും ചെയ്യിച്ചു. എല്ലാത്തിനും കൊണ്ട് ചെയ്യിച്ചു. നിസ്കരിപ്പിച്ചു. പുൽത്തകടിയിൽ നിസ്കരിപ്പിച്ചിട്ട് എല്ലാവരും കൂടി വട്ടം വളഞ്ഞിരുന്ന് എക്സർസൈസും പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇത് ഇന്ന് മുതൽ ഒരൊറ്റ ഇതിലും ആദ്യം മുതൽ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ബാച്ച് മുതൽ ആദ്യം മുതൽ പഠിക്കാൻ തുടങ്ങിയത്. ആദ്യം മുതൽ അവർക്ക് കുറച്ചൊക്കെ പഠിച്ചുള്ളൂ. അപ്പോൾ ഈ ബാച്ച് മുതൽ 1 മണിക്കൂർ നമ്മൾ എക്സർസൈസിനായിട്ട് 3 മുതൽ 4 വരെ കൃത്യം 4-ന് നിർത്തണം. കാരണം എനിക്ക് വീട്ടിലെത്തണം. കൃത്യം 4-ന് നിർത്തി വീട്ടിൽ എത്താം. ചുരുങ്ങുക, വികസിക്കുക. ഇത് മാത്രമാണ് ഇന്ന് പഠിക്കുക. ചുരുങ്ങുക, വികസിക്കുക, ആ എക്സർസൈസ് ചെയ്യുക. നമ്മൾ ചുരുങ്ങുമ്പോൾ പതുക്കെ ഹാർട്ട് ചുരുങ്ങിക്കൊണ്ട് രക്തം പമ്പ് ചെയ്യുന്നു. ലങ്സ് ചുരുങ്ങിക്കൊണ്ട് വായു വെളിക്കളയുന്നു. അകത്തേക്ക് കയറുന്നതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട. ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ അകത്തോട്ട് തന്നെത്താൻ കയറിക്കോളും. ഒറ്റ കാര്യം ചെയ്താൽ മതി, പുറത്തേക്ക് പരമാവധി വായു ചുരുങ്ങിക്കൊണ്ട് വെളിയിലേക്ക് കളയുന്ന ഒരു ദിവസമാണ്. ശരീരത്തെ പറ്റി പഠിക്കും. അനാട്ടമി ആൻഡ് ഫിസിയോളജി ഉണ്ട്. നമ്മളുടേതായ അനാട്ടമിയും ഫിസിയോളജിയും ഉണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് പറ്റും. കൈകൾ ചുരുങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാവും.